നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് റിഗാർഡിംഗ് ദ നൈട്രോജിനേസ് എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ റിഡക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് റെപ്രസെന്റ് ദ കോമ്പിനേഷൻ ഓഫ് ഓൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൽ കടക്കുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ഈ നൈട്രോജിനേസ് എൻസൈം നോക്കാം. ഓക്കെ, എന്താണ് നൈട്രോജിനേസ്? ഓക്കെ, നൈട്രോ ഇവിടെ ഏസ് ഉള്ളത് കൊണ്ട് ഈ നൈട്രോജിനേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു എൻസൈം ആണ്. ഓക്കെ, എൻസൈം ആണ്. ഇവരെന്താണ്? നമുക്കറിയാം എൻസൈംസ് എന്താണ്? അവര് ബയോ കാറ്റലിസ്റ്റ് ആണ്. സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. ബയോ കാറ്റലിസ്റ്റ് ആണ്. ബയോ കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ അവരെന്താ വെച്ചാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ്, കെമിക്കൽ റിയാക്ഷനെ എന്താക്കും? സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള എൻസൈമിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നൈട്രോജിനേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു എൻസൈം ആണ്. എന്തിനാണ്? ഏത് റിയാക്ഷനാണ്, ഏത് കെമിക്കൽ റിയാക്ഷനിലാണ് ഈ എൻസൈം സഹായിക്കുന്നത്? ഏതിലാണ് സഹായിക്കുന്നത് വെച്ചാൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷനിലാണ് ഇത് സഹായിക്കുന്നത്. നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ അകത്ത് ചില പ്ലാന്റ്സും ആൻഡ് അതർ ഓർഗാനിസംസിൻ്റെ അകത്ത് അവർക്ക് നൈട്രോജൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രോജൻ എന്താ? ഗ്യാസിൻ്റെ ഫോമിലാണ് ഉള്ളത്. ഇതിനെ എന്താക്കി ഡയറക്റ്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമായിട്ട് കൺവേർട്ട് ചെയ്യണം. നൈട്രോജൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമാണ് അമോണിയ. ഇവിടെ ഇക്വേഷൻ 2 അമോണിയ. ഓക്കെ, അമോണിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നൈട്രോജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് നൈട്രോജിനേസ്. മനസ്സിലായല്ലോ? ഈ എൻസൈമിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. നൈട്രോജിനേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ആണ്. അത് എൻസൈംസ് എന്താണ്? ബയോ കാറ്റലിസ്റ്റ് ആണ്. ബയോ കാറ്റലിസ്റ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ എന്താണ്? അവര് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് എൻസൈംസ്. അപ്പം എന്താണ് ഇവിടെ ഈ എൻസൈം നൈട്രോജൻ ഫിക്സേഷനാണ് സഹായിക്കുന്നത്. എന്താണ് നൈട്രോജൻ ഫിക്സേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ്സിൻ്റെ അകത്തും വേറെ ഓർഗാനിസംസിൻ്റെ അകത്തൊക്കെ നൈട്രോജൻ ആവശ്യമാണ്. അവർ അറ്റ്മോസ്ഫിയറിനകത്ത് നൈട്രോജൻ N2 ഫോമിലാണുള്ളത്. അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് നൈട്രോജിനേസ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഈ നൈട്രോജിനേസ് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആയിട്ടാണുള്ളത്. നൈട്രോജിനേസ് കോംപ്ലക്സ്, എൻസൈം കോംപ്ലക്സ് ആയിട്ടാണ്. നൈട്രോജിനേസ് നൈട്രോജിനേസ് കോംപ്ലക്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 2 പ്രോട്ടീൻ കമ്പോണൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്പോണൻസ് ആണ് ഈ നൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈംസിലുള്ളത്. ഓക്കെ, ആരൊക്കെയാണ് അത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഡൈനൈട്രോജിനേസ് റിഡക്ടേസ്. നമുക്കതിന് ഷോർട്ടായിട്ട് DR എന്ന് വിളിക്കാം. ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ്. രണ്ടാമത്തതാണ് ഡൈനൈട്രോജിനേസ്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ക്യാപിറ്റൽ D എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ നൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈമും അതൊരു കോംപ്ലക്സ് ആയിട്ട് കാണപ്പെടുന്നത് 2 പ്രോട്ടീൻ കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ്. രണ്ടാമത്തതാണ് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സിന്റെ മറ്റൊരു പേരാണ് അയൺ പ്രോട്ടീൻ. എന്താണ്? അയൺ പ്രോട്ടീൻ. ഇതിന് മോളിബ്ഡനം അയൺ പ്രോട്ടീൻ. അപ്പൊ ഇതിന് 2 പേര് കിട്ടിയല്ലോ. അപ്പം എന്താണ്? ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സിന്റെ മറ്റൊരു പേരാണ് അയൺ പ്രോട്ടീൻ. ഡൈനൈട്രോജിനേസിന്റെ മറ്റൊരു പേരാണ് മോളിബ്ഡനം അയൺ പ്രോട്ടീൻ. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത നോക്കാം. നമുക്ക് ഇതിന്റെ പ്രത്യേകത, ഈ എൻസൈംസിന്റെ പ്രത്യേകത നോക്കാം. ഈ പ്രോട്ടീൻസിന്റെ പ്രത്യേകത നോക്കാം. ഇവരെന്താ വെച്ചാല് ഇവര്
ഹോമോഡയമർ ആണ്. ഹോമോഡയമർ എന്ന് വെച്ചാൽ രണ്ട് സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. രണ്ട് സബ് യൂണിറ്റും ഒരേപോലെ ആയത് കൊണ്ടാണ്, സിമിലർ ആയതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഹോമോഡയമർ എന്ന് പറയുന്നത്. ഇവരെന്താണ്, ഹെറ്ററോ ടെട്രാമർ ആണ്. ഹെറ്ററോ ടെട്രാമർ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, നാല് സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഇവർ ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ടെണ്ണം ഒരേപോലെ, രണ്ടെണ്ണം 2 ആൽഫയും എന്താണ് 2 ബീറ്റയും, 2 ആൽഫയും 2 ബീറ്റയും. ഇപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ നൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഒരു കോംപ്ലക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഒരു കോംപ്ലക്സ് ആയിട്ട് കാണപ്പെടുന്നത്. അത് രണ്ട് പ്രോട്ടീൻ കമ്പോണൻസ് ഉണ്ട്. ഒന്നിനെ നമ്മൾ ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ് എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരാണ് ഓർ അയൺ പ്രോട്ടീൻ. അത് അവരുടെ പ്രത്യേകത, അവർ ഹോമോഡയമർ ആണ്. ഹോമോഡയമർ എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, രണ്ട് സബ് യൂണിറ്റും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അവർ ഹോമോഡയമർ എന്ന് പറഞ്ഞത്. ഇനി ഡൈനൈട്രോജിനേസ് രണ്ടാമത്തെ കമ്പോണന്റ്, അവരുടെ വേറൊരു പേരാണ് മോളിബ്ഡം അയൺ പ്രോട്ടീൻ. ഓക്കെ, അതൊരു ഹെറ്ററോ ടെട്രാമർ ആണ്. എന്ന് വെച്ചാൽ 4 സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ 2 ആൽഫ സബ് യൂണിറ്റ്സ് ഉണ്ടാവും, 2 ബീറ്റ സബ് യൂണിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് ഈ എൻസൈം കോംപ്ലക്സിന്റെ ബാക്കി ഭാഗം പറയാം. ഇത് ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സ്, DR. ഇത് ഡൈനൈട്രോജിനസ്. ഓക്കെ, ഈ എൻസൈം എന്തിനാണ് സഹായിക്കുന്നത്, നമുക്ക് നൈട്രോജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ, അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻസൈം സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണെന്നത്, ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ് ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ATP ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ATP ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ ATP എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സോറി, ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് റിലീസ് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. ഈ എനർജീൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ എനർജി ഉപയോഗിച്ചിട്ട് നോക്കിക്കോളെ, ഇവരെന്താണ്, ഈ എനർജി ഉപയോഗിച്ചിട്ട് ഈ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും, ഡൈനൈട്രോജിനേസിന് കൊടുക്കും. ആർക്ക് കൊടുക്കും, ഡൈനൈട്രോജിനേസ്. ഇലക്ട്രോൺ എന്തിനാ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഡൈനൈട്രോജിനേസിൽ അവിടെ വെച്ചിട്ടാണ് എന്ത്, നൈട്രജന്റെ ഫിക്സേഷൻ നടക്കുന്നത്. നൈട്രജൻ ഫിക്സേഷനിൽ എന്താണ് നടക്കുന്നത്, നൈട്രജന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ ആര് വേണം, ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവർക്ക് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സിന് ഇലക്ട്രോണിന് ഫെറഡോക്സിൻ്റെ അകത്താണ് കിട്ടുന്നത്, ഫെറിഡോക്സിൻ. അപ്പൊ ഫെറിഡോക്സിൻ ആർക്ക് കൊടുക്കും, ഇലക്ട്രോണിന് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സിന് കൊടുക്കും. ഇവർ ആർക്ക് കൊടുക്കും, ഇലക്ട്രോൺസിന് ഡൈനൈട്രോജിനേസ് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത്, എനർജി വേണം. ആ എനർജി എവിടുന്ന കിട്ടുന്നത്, ATP ഹൈഡ്രോളിസിന്റെ അകത്താണ് ആ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞ ഇതെന്ന് വെച്ചാൽ ഹോമോ ഡയമർ, രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, ഒരേപോലെ സബ് യൂണിറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഉണ്ടാവും, 4Fe4S ക്ലസ്റ്റർ ഉണ്ടാവും രണ്ടിലും, ഓരോ സബ് യൂണിറ്റിൻ്റെ അകത്ത് 4Fe4S ക്ലസ്റ്റർ ഉണ്ട്. ഈ 4Fe ഇവിടെ എന്താ, ATP ഹൈഡ്രോളിസിസ് നടക്കും. ഇവിടെ വെച്ചിട്ട് ATP ഹൈഡ്രോളിസിസ് നടക്കും. അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എനർജി ഉപയോഗിച്ചിട്ട് ഫെറഡോക്സിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഇതാ 4Fe4S ക്ലസ്റ്ററിലൂടെയാണ് ഇവിടെ ഇലക്ട്രോൺ എവിടത്തേക്ക് പോകുന്നത്, ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സിലേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ. ഈ ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സ് എന്ന് പറഞ്ഞ കോംപ്ലക്സിൻ്റെ അകത്ത് ഇവിടെ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പി ക്ലസ്റ്റർ ഉണ്ട്. ഈ പി ക്ലസ്റ്റർ എന്ന് വെച്ചാൽ 8Fe7S ആയിട്ടുള്ള ക്ലസ്റ്റർ ഉണ്ട്. ഈ പി ക്ലസ്റ്ററാണ് ആദ്യം ഇലക്ട്രോണിനെ സ്വീകരിക്കുക. എന്നിട്ട് ഇവർ അവിടത്തേക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സിന്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് കൊടുക്കും. ആ ആക്റ്റീവ് സൈറ്റിന് നമ്മൾ എന്താ പേരിട്ട് വിളിക്കുന്നത് വെച്ചാൽ അയൺ മോളിബ്ഡനം കോഫാക്ടർ. ഇതാണ് അവരുടെ ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിൽ ആരുണ്ട്, നൈട്രോജൻ ഉണ്ട്. അപ്പോൾ ഈ നൈട്രോജൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ പി ക്ലസ്റ്ററിനകത്ത് ഇലക്ട്രോൺ ആക്റ്റീവ് സൈറ്റ് ആയിട്ടുള്ള അയൺ മോളിബ്ഡനം കോഫാക്ടറിലേക്ക് കിട്ടി. അപ്പോൾ ഇവരെന്താവും, ഈ ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും, നൈട്രോജനും കൊടുക്കും. അലോങ് വിത്ത് പ്രോട്ടോണിന്റെ സഹായത്തിൽ കൂടി എന്ത് സഹായിക്കും, നൈട്രോജന് റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അമോണിയ ആയിട്ട് കൺവേർട്ട്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ.
ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ DR എന്ന് വെച്ചാൽ എന്താ, ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സാ. ഡി എന്ന് വെച്ചാൽ ഡൈനൈട്രോജിനേസാ. അപ്പോൾ ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സിൽ വെച്ചിട്ടാണ് ATP ഹൈഡ്രോളിസിസ് നടക്കുന്നത്. എന്തിനാണ് ഇവിടെ ATP ഹൈഡ്രോളിസിസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിനെ ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സിലേക്ക് കൊടുക്കണമെങ്കിൽ എനർജി വേണം. ആ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? ATPന്റെ ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്താണ്. ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ട് ഈ ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് അവർക്ക് ഇലക്ട്രോണിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫെറഡോക്സിൻ്റെ അകത്ത്. അപ്പോൾ അവർ ഫെറഡോക്സിൻ്റെ അകത്ത് ഇലക്ട്രോൺ എടുക്കും. അവരിൽ വെച്ച് ഡൈനൈട്രോജിനസ് റിഡക്ടേഴ്സിൽ വെച്ച് ഹൈഡ്രോളിസിസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇവർക്ക് ഒരു ക്ലസ്റ്റർ ഉണ്ട് 4Fe4s ക്ലസ്റ്ററിലൂടെ അവർക്ക് ആരുടെ അടുത്തേക്ക് പോകും? ഡൈനൈട്രോജിനേസിൻ്റെ അടുത്തേക്ക് പോകും. ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ഡൈനൈട്രോജിനേസ് അകത്തുള്ള P ക്ലസ്റ്റർ ആണ്. P ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഇതാ 8Fe7s കോംപ്ലക്സിലേക്ക് പോകും. ഇവിടെ ഈ ഡൈനൈട്രോജനിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ് അയൺ മോളിബ്ഡനം കോഫാക്ടർ. ഇവിടത്തേക്ക് ഈ ഇലക്ട്രോണിന് വരും. ഇവിടെ ആരുണ്ട്? നൈട്രോജൻ ഉണ്ട്. ഈ ഇലക്ട്രോണിനെ അലോങ് വിത്ത് പ്രോട്ടോണായിട്ട് പ്രോട്ടോണിയും കൂടെ എടുത്തിട്ട് അവരെന്ത് ഫോം ചെയ്യും? അമോണിയ ഫോം ചെയ്യും. അപ്പോൾ എന്താ, അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യല്ലോ. അതെങ്ങനെയാണ് ഈ എൻസൈം സഹായിക്കുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഡൈനൈട്രോജനസ് റിഡക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് ATP ഹൈഡ്രോളിസിസ് നടക്കും. ATP ഹൈഡ്രോളിസിസ് ATP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ആ സമയത്ത് എനർജി റിലീസ് ചെയ്യും. ഓക്കെ. ഫെറഡോക്സിൻ്റെ അകത്ത് ഈ കോമ്പോണന്റ് ഓൾറെഡി ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ എനർജി ഉപയോഗിച്ച് ഇവിടെ ATP ഹൈഡ്രോളിസിസ് നടന്ന് ആ ATP ഇപ്പോൾ ഇലക്ട്രോൺ ഉണ്ടായി. ഇവിടെ ഇലക്ട്രോണിനെ ഫെറഡോക്സിൻ്റെ അകത്ത് എടുത്ത് 4Fe4s ക്ലസ്റ്ററിലൂടെ ഈ ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? ഡൈനൈട്രോജിനസ് എന്ന് പറഞ്ഞ എൻസൈമിന് കൊടുക്കും. ഓക്കെ. ഈ എൻസൈമിന് രണ്ടാമത്തെ കമ്പോണന്റ് കൊടുക്കും. ഓക്കെ. അവിടെ പി ക്ലസ്റ്റർ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കും. പി ക്ലസ്റ്റർ എന്ന് വെച്ചാൽ 8Fe7s കോംപ്ലക്സ് ആണ് പി ക്ലസ്റ്റർ. അത് ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഡൈനൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രോട്ടീനിന്റെ ആക്റ്റീവ് സൈറ്റിന് അയൺ മോളിബ്ഡനം കോഫാക്ടർ എന്ന് പറയുന്ന അവര് ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്നിട്ട് ഇവിടെ ആയിരിക്കും എന്തുള്ളത്? നൈട്രോജൻ ഉള്ളത്. അപ്പോൾ നൈട്രോജന് റിഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? അമോണിയ ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ യൂസ്ഫുൾ ഫോമിലേക്ക് കൺവേർട്ട് ആക്കിയില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഡൈനൈട്രോജനസ് റിഡക്ടേഴ്സ് അതിന്റെ വേറെ പറഞ്ഞ അയൺ പ്രോട്ടീൻ. ഓക്കെ. രണ്ടാമത് ഡൈനൈട്രോജിനേസ് അതിന്റെ മറ്റൊരു പേരാണ് മോളിബ്ഡനം അയൺ പ്രോട്ടീൻ. ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഇവരെന്താണ്? ഹോമോഡയമർ ആണ്. ഇതെന്താണ്? HETR ഹെറ്ററോ ടെട്രാമർ ആണ്. ഇവിടെ വെച്ചിട്ട് എന്ത് നടക്കും? ATP ഹൈഡ്രോളിസിസ് നടക്കും. ഇവിടെ വെച്ചിട്ട് നൈട്രോജൻ ഫിക്സേഷൻ എന്നുവെച്ചാൽ നൈട്രോജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ നൈട്രോജിനസ് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ, നൈട്രോജിനസ് എൻസൈം ഈസ് കമ്പോസ്ഡ് ഓഫ് 2 കമ്പോണൻസ്, ഡൈനൈട്രോജിനേസ് ആൻഡ് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ്. എന്ന് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ. ഓക്കെ. മോളിബ്ഡനം അയൺ പ്രോട്ടീൻ കമ്പോണന്റ് ഈസ് ഹോമോഡയമർ. അത് തെറ്റാണ്. മോളിബ്ഡനം അയൺ പ്രോട്ടീൻ കമ്പോണൻസ് എന്താണ്? അത് ഹെറ്ററോ ടെട്രാമർ ആണ്. ഓക്കെ. അപ്പോൾ ബി ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബി ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതും ശരിയല്ല, രണ്ടാമത്തതും ശരിയല്ല. അപ്പോൾ ഇനി 3ഉം 4ഉം മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുക. ഇനി മൂന്നാമത്തെ സി, അയൺ പ്രോട്ടീൻ കമ്പോണന്റ് ഈസ് ഡൈനൈട്രോജിനേസ്. അല്ല, അയൺ പ്രോട്ടീൻ കമ്പോണന്റ് ഏതാണ്? ആരുടെയാണത്? അയൺ പ്രോട്ടീൻ വേറൊരു പേര് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സിൻ്റെയാണ്. അപ്പോൾ സിയും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3യും തെറ്റാണല്ലോ. അപ്പോൾ ഏതാണ് ശരി? നാലാമത്തെ ഓപ്ഷൻ ADE ആണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് ഈ ഓപ്ഷൻ കൂടെ വായിച്ചു പോവാം. അയൺ പ്രോട്ടീൻ ഡെലിവേഴ്സ് ഇലക്ട്രോൺ ടു മോളിബ്ഡനം അയൺ പ്രോട്ടീൻ കമ്പോണന്റ് ഇൻ എ റിയാക്ഷൻ കപ്പിൾ
ടു ദ ഹൈഡ്രോളിസിസ് ഓഫ് മഗ്നീഷ്യം ATP. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈനൈട്രോജിനേസ് റിഡക്ടേഴ്സ് വെച്ചിട്ട് ATPന്റെ ഹൈഡ്രോളിസിസ് നടക്കും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് അവിടെയുള്ള ഇലക്ട്രോണിന് എവിടത്തേക്ക് കൊടുക്കുന്നത്, ഡൈനൈട്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈമിന് കൊടുക്കുന്നത്. എന്നിട്ട് എവിടത്തേക്ക് എത്തും, അത് അവരുടെ ആക്റ്റീവ് സൈറ്റിലേക്ക് എത്തും. അവിടെ ആരുണ്ട്, നൈട്രോജൻ ഉണ്ട്. അപ്പോൾ നൈട്രോജനും ഇലക്ട്രോണും പ്രോട്ടോണിന്റെ സഹായത്താൽ ഈ നൈട്രോജന് റിഡക്ഷൻ സംഭവിച്ചിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അമോണിയ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ പ്രോസസ് നൈട്രോജൻ്റെ അകത്ത് അമോണിയ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സാണ് ഏത്, നൈട്രോജൻ ഫിക്സേഷൻ. അതിന് സഹായിക്കുന്ന എൻസൈമാണ് നൈട്രോജനേസ്. ഓക്കെ.